നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ കുടുംബത്തിൽ ആദ്യമായിട്ടുണ്ടാകാൻ പോകുന്ന കുഞ്ഞ ഇവളുടെ വയറ്റി വളരുന്നേ. അതിനെ ഇങ്ങനെ അശ്രദ്ധ കാട്ടി നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. എന്നോടൊന്നും തോന്നരുത് കേട്ടോ സുമി. അനന്തു, ഇത് കുങ്കുമപ്പൂവാ. നിനക്ക് വേണ്ടി ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച. എല്ലാ ദിവസവും രാത്രി പാലില് ചേർത്ത് കുടിച്ചാൽ മതി. കുഞ്ഞിന് നല്ലത് നിറം വെക്കും. താങ്ക്സ്. ഇനി അവളുടെ കൂടെ അമ്പലത്തിൽ കൂടെ പോവാത്തതിന്റെ ഒരു കുഴപ്പമേ ഉള്ളൂ. നിന്നെ കൊണ്ടുപോയി അടുത്ത കുഴിയിൽ ചാടിക്കാനുള്ള പരിപാടിയാ. നീ സൂക്ഷിക്കണം മോളെ. സ്വന്തം ചേച്ചിയാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അസൂയയുടെ മരോ അവള്. അവള് പറഞ്ഞതുപോലെ നിനക്കോ കുഞ്ഞിനോ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് നോക്കാൻ നമ്മള് നല്ലൊരു ജ്യോത്സ്യനെ വരുത്തുന്നുണ്ട്. ജ്യോതിഷഭൂഷണം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. അങ്ങനെ പറഞ്ഞാലേ എല്ലാം അച്ചട്ടാ. എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതിനുള്ള പരിഹാര ക്രിയകളും അദ്ദേഹം പറഞ്ഞു തരും. അതുമാത്രം നമ്മൾ ചെയ്താ മതി. നിനക്ക് കഴിക്കാനുള്ള കുങ്കുമപ്പൂ ഞാൻ വാങ്ങിത്തരാം. ഇത് കുങ്കുമപ്പൂവാണോ അതോ ഗർഭം കലക്കാനുള്ള വല്ല മരുന്നുമാണോന്ന് ആർക്കറിയാം. ഒന്ന് നിക്കണം. എന്തുകൊണ്ടാണ് എന്റെ കൂടെ അമ്പലത്തിൽ വരാനായിട്ട് നന്ദു താല്പര്യം കാണിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാത്തിനും പിന്നിലെ നിങ്ങളുടെ ഇടപെടലാ, നിങ്ങളുടെ ദുഷിച്ച മനസ്സാ. ഈ ചിരി കറക്കും, എന്നേക്കുമായിട്ട് കറക്കും. അതിനി അധിക നാളില്ല. നിന്റെ തെറ്റിദ്ധാരണകൾക്കൊന്നും സമാധാനം പറയലല്ല എന്റെ ജോലി. എനിക്കതിലൊട്ട് താല്പര്യവും ഇല്ല. ഉരുണ്ട് കളിക്കണ്ട. എന്റെ അനിയത്തിയെ നിങ്ങൾ ഏതളവ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നും എന്നിൽ നിന്ന് അകറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അങ്ങനെയെങ്കിലും അങ്ങനെ. ഞാൻ നിന്നെ വെല്ലുവിളിക്കുക. ചെല്ല്. നിന്റെ അനിയത്തിയെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിപ്പിക്കുക. ഒരു സംശയവും വേണ്ട. എന്റെ അനിയത്തി എന്നെ വിശ്വസിക്കുന്ന ഒരു നാള് വരും. അവളെ സത്യങ്ങൾ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. അന്ന് നിങ്ങളുടെ മുഖത്ത് അവളെ കാർപ്പിച്ചിട്ടുണ്ട്. പേടിപ്പിക്കാതെ മോളെ. അങ്ങനെ ഒരു നാള് വരട്ടെ. അതിന് തന്നെയാ ഞാനും കാത്തിരിക്കുന്നേ. അന്ന് പക്ഷേ നീയൊക്കെ ഈ കുടുംബത്തിന്റെ ചരിത്രത്തിൽ നിന്ന് തന്നെ മാഞ്ഞു പോയിരിക്കും. ഇതും ഇതിന്റെ അപ്പുറവും പ്രതീക്ഷിച്ച് തന്നെ ഞാൻ ഇവിടെ ഓരോ ദിവസം മുന്നോട്ട് നീക്കൊണ്ടിരിക്കുന്നു. നിങ്ങളെപ്പോലുള്ള ഫ്രോഡുകളുടെ കൂടെയാണല്ലോ എന്റെ സഹവാസം. ഒരമ്മയുടെ വയറ്റിൽ പിറന്നതാണെന്ന ചിന്ത പോലും നിന്റെ അനിയത്തിയുടെ മനസ്സിൽ ഇല്ലാതെ പോയി. അതെ, നിന്റെയും നിന്റെ വീട്ടുകാരുടെയും ഗുണം കൊണ്ട് തന്നെയാ. അതിന് എന്നെ കുറ്റം പറയണ്ട. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും പ്രവർത്തിച്ചാലും എനിക്ക് അവളെ അങ്ങനെ തള്ളിക്കളയാനൊന്നും പറ്റില്ല. അത് ഞാൻ ചെയ്യാനും പോകുന്നില്ല. നിതീഷും നിങ്ങളും ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഫലമാണ് ഇപ്പൊ നന്ദുവിന്റെ ജീവിതത്തിൽ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പരിഹാരം ഉണ്ടായാൽ പറ്റും. ഇല്ലെങ്കിലേ നിങ്ങളുടെ ദുഷ്പ്രവൃത്തികളുടെ ഫലം അവളെ കുഞ്ഞിനെ ബാധിക്കും. ഞാൻ ജീവിച്ചിരിക്കുമ്പോഴേ അങ്ങനെ സംഭവിക്കില്ല. നന്ദു വന്നില്ലെങ്കിൽ വേണ്ട, സാരമില്ല, ഞാൻ പോയി പ്രാർത്ഥിച്ചോളാം. അവൾക്കും കുഞ്ഞിനും വേണ്ടിയുള്ള വഴിപാടുകളെല്ലാം ഞാൻ നടത്തും. നിങ്ങളുടെ കുതന്ത്രങ്ങളൊന്നുമേ അവളുടെ കുഞ്ഞിന്റെ അടുത്ത് നടക്കാൻ പോകുന്നില്ല. എന്തായാലും കുട്ടിയുടെ സംരക്ഷകരായി കൂടെ നിൽക്കേണ്ടവർ തന്നെയാണ് ശത്രുക്കളെന്ന് കരുതിയാൽ മതി. എന്തു പറ്റി മോളെ? നീ ആകെ മൂഡ് ഓഫിലാണല്ലോ. ആ ജ്യോത്സ്യം പറഞ്ഞതെല്ലാം അമ്മയും കേട്ടതല്ലേ? അയാള് പറയുന്ന കാര്യങ്ങളൊക്കെ അച്ചേട്ടാന്ന് അച്ഛമ്മ പറയുന്നത്. അതെ, ജ്യോതിഷഭൂഷണം ചക്രപാണി പണിക്കര് ആള് ചില്ലറക്കാരനല്ല. അതുകൊണ്ടാണല്ലോ നിന്റെ പ്രശ്നം വെച്ച് നോക്കാൻ നമ്മൾ അയാളെ തന്നെ വിളിച്ചു വരുത്തിയത്. എന്നിട്ട് എന്തായമ്മേ?
എന്റെ മനസ്സമാധാനം പോയിന്ന് പറഞ്ഞാ മതിയല്ലോ. നീ എന്താ നന്ദു ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെ പറഞ്ഞതൊക്കെ കേട്ടിട്ട് എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട് അമ്മേ. എന്റെ കാര്യം പോട്ടെ, എന്റെ കുഞ്ഞിനെന്തേലും. അയ്യേ, ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ മോളെ? നിനക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല. അതിനല്ലേ നമ്മൾ ജ്യോത്സ്യരെ വിളിച്ചു വരുത്തിയതും പരിഹാരം നിർദ്ദേശിക്കാൻ പറഞ്ഞതും. ചക്രപാണി ജ്യോത്സ്യര് പറഞ്ഞ പരിഹാര ക്രിയകൾ നമ്മൾ ഉടനടി ചെയ്യാൻ പോവല്ലേ. പിന്നെ എന്തിനാ ഈ പേടി? അതൊക്കെ ശരിയാ. എന്നാലും തൊട്ടടുത്ത് നിൽക്കേണ്ടവര് പോലും ശത്രുക്കളാണെന്ന് പറഞ്ഞു കേട്ടപ്പോ മനസ്സിലാകെ എന്തോ ഒരു അത് പിന്നെ പറയാനുള്ള കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുന്ന ശീലക്കാരനാ ചക്രപാണി ജ്യോത്സ്യര്. അങ്ങനെയൊക്കെ അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ കാര്യങ്ങളും ഉണ്ടാവും. ഒന്ന് ആലോചിച്ചു നോക്കിയാൽ തന്നെ ചക്രപാണി ജ്യോത്സ്യര് പറഞ്ഞ കാര്യങ്ങളുടെ അർത്ഥം എന്താണെന്ന് നമുക്ക് പിടികിട്ടുമല്ലോ. നിനക്കതൊന്നും മനസ്സിലായില്ലേ? ചില സത്യങ്ങൾ നമ്മുടെ നല്ലതിനു വേണ്ടി ചിലര് തുറന്നു പറയുമ്പോ ഭയപ്പെടുകയല്ല, ആശ്വസിക്കുകയാണ് വേണ്ടത്. എന്ത് സത്യം? ആ ജ്യോത്സ്യർ ആരെ കുറിച്ചാ പറഞ്ഞത്? മൊത്തത്തിൽ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാ ആള് പറഞ്ഞത്. ഈ വീടിന്റെയും നിന്റെയും സംരക്ഷകരാവേണ്ട ആളുകൾ തന്നെ നിന്നെ ഇല്ലാതാക്കാൻ നോക്കുകയാണെന്നാ അദ്ദേഹം ഉദ്ദേശിച്ചത്. സംരക്ഷകരായി നിൽക്കേണ്ട ആരാണ് ഇവിടെ നിന്റെ ശത്രുവായി മാറിയത്? അത് നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ നിനക്ക് ഉത്തരം കിട്ടും. അമ്മയ്ക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് മോളെ. നിന്റെ സ്വന്തം കൂടപ്പിറപ്പാണല്ലോ എന്ന് ഓർക്കുമ്പോ, നിന്റെ സ്വന്തം ചേച്ചിയെ കുറിച്ച് തന്നെയാ ജ്യോത്സ്യർ പറഞ്ഞത്. ബുദ്ധിയുള്ള പെണ്ണാ നീ. സ്വയം ചിന്തിച്ചു നോക്കിയാ നിനക്കത് മനസ്സിലാവും. നല്ല പിള്ള ചമഞ്ഞ് അവള് നിന്നെ ദ്രോഹിക്കാൻ നോക്കിയിടത്തോളം ആരെങ്കിലും നിന്നെ ദ്രോഹിച്ചിട്ടുണ്ടോ? ഇതിനെല്ലാം പുറമെ ജ്യോത്സ്യൻ വേറൊരു കാര്യം പറഞ്ഞത് നീ ശ്രദ്ധിച്ചോ? അതാണ് പ്രധാന പോയിന്റ്. ഈ വീട്ടിലെ ചില മനുഷ്യരുടെ ദൃഷ്ടിദോഷങ്ങളാണ് ഈ കുട്ടിയെ ബാധിച്ചിരിക്കുന്നത്. അത് ഈ പെൺകുട്ടിയെ മാത്രമല്ല, ഇവരുടെ വയറ്റിൽ വളരുന്ന സന്താനത്തെയും ബാധിച്ചിരിക്കുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.